Hi everyone, welcome back to my channel. This is Geetu Chandra and you're watching Geetu Chandra Vlogs. ഈ മുല്ലപ്പൂ എങ്ങനെയുണ്ട്? മുല്ലപ്പൂ പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് മുല്ലപ്പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓണമൊക്കെ ആയപ്പം എങ്ങനെ പൂവൊക്കെ വെക്കണമെന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. കാരണം പൂ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ പൂവില്ലാണ്ട് സെറ്റ് സാരിയിലൊക്കെ ഒരുങ്ങുന്നത് എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചപ്പം ഒരു ടെക്നിക്ക് കിട്ടിയതാണ്. ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള മുല്ലപ്പൂ. കുറേ പയറ്റി നോക്കി, ഫൈനലി എനിക്കും സെറ്റായിട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോർമലി സിമ്പിളായിട്ടുള്ളൊരു വൈറ്റായിട്ടുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലോങ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നോക്കുമ്പോൾ ടഫായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഭയങ്കര ഈസിയാണത്. ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് 4 ലോങ് റോൾസ് കിട്ടും കേട്ടോ. ലോങ് ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് ക്ഷമയോടെയൊക്കെ ചെയ്യണം, കാരണം ചിലപ്പോൾ നമുക്ക് ഭയങ്കര പാടായിട്ട് പോലെ തോന്നും. പക്ഷേ ചെയ്ത് വന്നു കഴിയുമ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് മക്കളെ. പിന്നെ ഈ പൂ വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അടിച്ച് പൊളിക്കാം. പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല, ക്ലോസപ്പിൽ വന്നാൽ മാത്രമേ അതും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലോങ് ആയിട്ടുള്ളൊരു ഷീറ്റ് കിട്ടി. അപ്പോൾ നമുക്കതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. കുഞ്ഞു ഫോൾഡായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ നമുക്കതിൻ്റെ എതള് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിരിഞ്ഞ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒറ്റ ഫോൾഡത്തിന് ഒരുപാട് പൂക്കൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് 2 സൈഡിലും പൂക്കൾ വരും ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, കെട്ടാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫോൾഡാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതിവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് കണ്ടോ, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരു സിസർ എടുത്ത് ചെറുതായിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അത് 2 സൈഡിലും ചെയ്യണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 2 സൈഡിലും ആ ഫ്ലോറൽ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതായത് പെറ്റൽസ് പോലെ തോന്നും നമുക്ക് നന്നായിട്ട്. ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത സംഭവം 2 സൈഡിലും കട്ട് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട് അല്ലേ. ഇനി അത് നമുക്ക് കണ്ടോ, ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. ഇത് കാണുമ്പം എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നുന്നുണ്ടോ? അതെ, കുറേ ഒരു 3-4 ഫ്ലവേഴ്സ് നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 എതള് വരുന്ന മാതിരിയുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പം തന്നെ കണ്ടു ഒരു 4 ഫ്ലവറോളം ഉണ്ടാക്കാനായിട്ടുള്ള ഇത് കിട്ടി നമുക്ക്. അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അടുത്തതിലേക്ക് ചെറുതായിട്ടിങ്ങനെ മടക്കുക, വീണ്ടും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അവിടെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, ഒരു മുല്ലപ്പൂ, വിരിഞ്ഞ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ലേ? ചെറുതായിട്ട് എതളൊന്ന് വിടർത്തി കൊടുക്കുക. അപ്പം ഒന്നും കൂടെ ഒരു ഡെഫിനേഷൻ കിട്ടും, ഒന്നും കൂടെ നല്ല ഭംഗി തോന്നും. ഒന്നും കൂടെ ടിഷ്യൂവിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ലുക്ക് ഇങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടണമെങ്കിൽ നമുക്കതിലേക്ക് ഈ പറഞ്ഞ പോലെ പെയിൻറ്റും കൂടി അടിക്കണം. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. അതെ, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇവിടുത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഈ പൂവ് ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്തത്. കുറച്ച് നേരം പണിയാണ്, അതായത് ഒരു 1/4 മണിക്കൂർ നമ്മൾ ഇത്തിരി മെനക്കെട്ടാൽ നല്ല ഭംഗിയുള്ള പൂവ് നമുക്ക് അടിപൊളിയായിട്ട് കോർത്തെടുക്കാം. ഇപ്പം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തില്ലേ, അതിൽ നമ്മൾ വാട്ടർ കളർ പെയിൻ്റൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിൽ, അത് വാട്ടർ കളർ ഇച്ചിരി ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളർ എടുത്തിട്ട് അതിൻ്റെ ആ മിഡിൽ പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങനെ ഗ്രീൻ ആവും. അപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു ഫ്ലവറിൻ്റെ തണ്ടും ആ ഫ്ലവറും, അതായത് മുല്ലപ്പൂവിൻ്റെ തണ്ടും മുല്ലപ്പൂവും ഒരുമിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അങ്ങനെ റോൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും അതിന്. കണ്ടോ, ഇതുപോലെ ഞാൻ അങ്ങനെ കുറേ എണ്ണം അങ്ങനെ റോൾ ചെയ്തെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ട് റോൾ ചെയ്യുമ്പം അതൊന്ന് കറക്റ്റായിട്ട് പശ പോലെ ഒട്ടിയും നിൽക്കും, അതേപോലെ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും അതിൻ്റെ എൻഡിങ്ങിൽ.
അങ്ങനെ ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വിരിഞ്ഞ പൂവിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ കറക്റ്റ് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഫൈനലിയാണ് നമ്മളത് കെട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള നൂല് തന്നെ എടുത്തേക്കണം. അതൊന്നും കൂടെ ഭംഗിയായിരിക്കും. കാരണം നോർമലി പൂവൊക്കെ വാങ്ങുമ്പോൾ ഗ്രീൻ കളറിലുള്ള നൂല് കൊണ്ടാണല്ലോ കെട്ടിയിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ഒരു ഗ്രിപ്പുള്ളൊരു നൂലാകുമ്പം ഒന്നും കൂടെ രസം ഉണ്ടാകും കാണാൻ. അത് ഞാൻ കെട്ടുന്ന കാണിച്ചു തരാം. ചെറുതിലെയൊക്കെ ഞങ്ങളിങ്ങനെ ഇതുപോലെ പൂ ഒരുപാട് കെട്ടുമായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് മുല്ലപ്പൂ കിട്ടും. അപ്പോൾ ആ മുല്ലപ്പൂ ഇങ്ങനെ ഒരുപാട് കെട്ടി ശീലമുണ്ട്. അപ്പോൾ എനിക്ക് കെട്ടാനറിയായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെ കൂടുതൽ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് അകന്നു പോവാണ്ട് നല്ല അടുക്കി അടുത്തടുത്ത് വെച്ച് കെട്ടാനായിട്ട് ശ്രമിക്കുക. നല്ല ഭംഗിയിലത് വരും. ഇതുപോലെ അടുക്കി കെട്ടുക. കെട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എൻഡ് ഓഫ് ദ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് മുല്ല മൊട്ടുകളാണ്. ചിലർക്ക് വിരിഞ്ഞ പൂവായിരിക്കില്ല ഇഷ്ടം, ചിലർക്ക് മുല്ല മൊട്ടുകൾ പോലെ ഇരിക്കുന്നതാണ് ചിലർക്ക് ഇഷ്ടം. അപ്പം അങ്ങനെ ഈ മുല്ല മൊട്ടുകളും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ജസ്റ്റ് ടിഷ്യൂ ഇങ്ങനെ നമ്മൾ 4 പീസായിട്ട് മുറിച്ചില്ലേ ലോങ് ആയിട്ട്, ആ 4 പീസായിട്ട് മുറിച്ചതിന് കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് ആക്കുക. ഇതുപോലെ വളരെ സിമ്പിളാണ്. കാണുമ്പം നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഈസിയാണ്. ആ സ്ക്വയേഴ്സ് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ടത് ചുമ്മാ ചെറിയൊരു കുഞ്ഞു ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കാരണം ആ മുട്ടിൻ്റെ ഭാഗം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. എൻ്റെ കയ്യിലൊക്കെ ഇത്തിരി മഷിയായിട്ടുണ്ട്, മറ്റേ പെയിൻറ്റ് ചെറുതായിട്ട് പടർന്നിട്ടുണ്ട്. എന്നിട്ട് ആ ബോൾ ഉരുട്ടിയത് ഒരു അടുത്ത സ്ക്വയറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്യുക. ഇപ്പം ഒരു മുല്ലമൊട്ടിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ആക്കിയെടുക്കുകയാണത്. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. തുമ്പിങ്ങനെ കൂർത്തിരിക്കണം. അപ്പോൾ ഉരുണ്ടിരിക്കും. നോർമലി തെർമോക്കോളിൻ്റെ കുഞ്ഞു ബോൾസ് ഉണ്ടാവില്ലേ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിലും മതി. എന്നിട്ട് അതിൻ്റെ തുമ്പ് ആ പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് റോൾ ചെയ്താൽ മതി. 2 വിരലിൽ നമുക്ക് ആ പെയിൻറ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ആ തുമ്പ് ഇങ്ങനെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ മുല്ലമുട്ട് റെഡിയായി. അങ്ങനെയുള്ള മുല്ലമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർത്തെടുത്താണ് ഈ മുല്ലമുട്ട് മാല. മുട്ട് ഇട്ട മാല, ഇത് പൂ വിരിഞ്ഞ മാല. നിങ്ങൾക്കിത് ഇഷ്ടമായെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പൂ വെച്ചിട്ടുണ്ടെന്ന് നന്നായിട്ട് തോന്നുന്നുണ്ട്. ചിക്കു വെച്ചേക്കണത് മറ്റേ മുല്ലമുട്ടിൻ്റെ, ഞാൻ വെച്ചേക്കണത് വിരിഞ്ഞ പൂവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണാഘോഷം പുറത്തൊക്കെ ആണെങ്കിൽ മുല്ലപ്പൂ ഉള്ളവർ തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും പറയണം. എല്ലാവരും വീഡിയോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഗീതുചന്ദ്ര. താങ്ക് യു.